ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ് തന്നിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക നമുക്ക് നോക്കാം. ഓൾജിബ്രയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. സാധാ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മാതിരി നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക നമുക്ക് നോക്കാം. നിങ്ങൾ ഒരിക്കലും അതിനൊരു നാച്ചുറൽ വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് 1+1 = 2 അല്ലെങ്കിൽ 2+1 = 3 അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ഓൾജിബ്രയിലെ ഇക്വേഷന് കമ്പയർ ചെയ്യരുത്, ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രൂവ് ദാറ്റ് s+1 = 1 ആൻഡ് x.0 = 0. എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ച് പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. x+1 = 0 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ s+1 എന്നെടുത്തു. s+1 നമുക്ക് എങ്ങനെ എഴുതാം? x+1 × 1 എന്ന് എഴുതാം. കാരണം ഐഡൻറ്റിറ്റി ലോ ആണ്. ബ്രാക്കറ്റിൽ എഴുതാം ബൈ ഐഡൻറ്റിറ്റി ലോ എന്ന് മെൻഷൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കഴിയും? എപ്പോഴും നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് ആ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ s+1 എന്നുള്ളത് നമുക്ക് s+1.1 എഴുതി ബ്രാക്കറ്റ് എഴുതാം ബൈ ഐഡൻറ്റിറ്റി ലോ. ഇവിടെ അപ്ലൈ ചെയ്ത ഐഡൻറ്റിറ്റി ലോയാണ്. ഇനി അടുത്ത് ചെയ്യുന്നത് x+1 അതുപോലെ എഴുതുക ഡോട്ട് ഈ 1ന് പകരം x+x കോംപ്ലിമെൻറ്റ് എന്ന് കൊടുക്കുക. x+x കോംപ്ലിമെൻറ്റ് 1 ആണ് നമ്മളൊരു ചെയ്തത് കോംപ്ലിമെൻറ്റ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റ് എഴുതുക ബൈ കോംപ്ലിമെൻറ്റ് ലോ എന്ന് എഴുതുക. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞെങ്കിലും കൂടെ അതിലപ്പുറത്തേക്ക് അതിലൊരു ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിതിൽ കോമൺ ആയിട്ട് എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ കോമൺ ആയിട്ട് എലമെൻറ്റിനെ പുറത്തെടുക്കാം. അപ്പോൾ നമുക്കിതിൽ x+1 ഉണ്ട്, ഇതിൽ x+x' ഉണ്ട്. രണ്ടിലും എക്സ് കോമൺ ആണ്. സോ അതുകൊണ്ട് നമുക്ക് എക്സിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം, x+നെ പുറത്തേക്ക് എടുക്കാം. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് 1 ആണ്. 1 എഴുതി ഡോട്ട് ഇവിടെ x' മാത്രമേ ഉള്ളൂ. x+ പുറത്തേക്ക് എടുത്തല്ലോ, അപ്പോൾ x'. ഇങ്ങനെയാണ് തുടക്കം എഴുതുന്നത്. കൂടി ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ x+1നെ s+1.1 എഴുതി ബൈ ഐഡൻറ്റിറ്റി ലോ. പിന്നെ x+1നെ 1നെ s+x' എഴുതി ബൈ കോംപ്ലിമെൻറ്റ് ലോ. പിന്നെ ഇതിലെ എക്സിനെ പുറത്തേക്ക് s+ എന്നുള്ള വാല്യൂവിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ 1 ഡോട്ട് ചിഹ്നം ഡോട്ട് s' ബൈ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ബ്രാക്കറ്റിൽ അങ്ങനെ ബാക്കിൽ എഴുതുക. അപ്പോൾ ഇതുവരെ കിട്ടിയ s+1 ഡോട്ട് x' കിട്ടി. 1+x x+1 ഡോട്ട് x' നമുക്ക് കിട്ടി. ഇനി ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇതിന് സോൾവ് ചെയ്യാം. x+ അതുപോലെ എഴുതി 1 ഡോട്ട് x' എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ x' ആണ് ബൈ ഐഡൻറ്റിറ്റി ലോ. ഓരോന്നിനും ബ്രാക്കറ്റിൽ നിങ്ങൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി എഴുതണം. അപ്പോൾ x' കിട്ടി. s+x' എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. s+x' എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈക്വൽ ടുൻ്റെ മുന്നുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിലെ x+1 ആണ്. സോ s+1 = 1. ഒരിക്കലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല. s+1 ഒരിക്കലും 1 ആണ് എന്ന് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഓൾജിബ്രിക് കണ്ടീഷനിൽ s+1 എന്ന് പറയുന്നത് 1 ആണ്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്തത്. ഈ പ്രൂവ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, സംശയം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് ഓൾജിബ്രിക് ഇക്വേഷൻ. ഇതുപോലെ നമുക്ക് ഒന്നും കൂടി പ്രൂവ് ചെയ്യാണ്ട് x.0. ഇത് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമായിരിക്കും. എങ്കിൽ കൂടി ഞാൻ എഴുതാം, കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ
അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെങ്ങനെ ഒരിക്കലും കിട്ടില്ല എന്നൊരു തോന്നില്ല. അങ്ങനെ കുറച്ച് പേര് എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ അവരോട് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടില്ല. കാരണം വീഡിയോയിൽ അടുത്ത ഇതിൽ പറയാമെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അത് പറയാതിരുന്നത്. അപ്പോൾ അടുത്ത് പറയാം. രണ്ടാമത്തെ എന്ന് പറയുന്നതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് 0 അത് മറ്റേ ചെയ്ത് അതുപോലെ തന്നെയാണ് ചെയ്യുക. എക്സ് ഡോട്ട് 0 നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? എക്സ് ഡോട്ട് 0 പ്ലസ് 0 എന്ന് എഴുതാൻ കഴിയും. 0 എന്ന് എഴുതുമ്പോൾ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മളവിടെ ഇൻറ്റു 1 എഴുതി ഇവിടെ എന്ന് തെറ്റിപ്പോവരുത്. തെറ്റി കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ എഴുതുന്ന രീതിയാണ്. ഇവിടെ പ്ലസ് 0 എന്ന് കൊടുത്തു. ഏത് ലോ എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ലോ തന്നെയാണ്. അപ്പോൾ ബ്രാക്കറ്റ് എഴുതാം ബൈ ഐഡൻറ്റിറ്റി ലോ. അങ്ങനെ എഴുതി. ഇനി 0ക്ക് വാല്യൂ കൊടുക്കുകയാണ് ചെയ്ത്. 0ക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുക? നിങ്ങൾക്കൊരു കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ ഉള്ളൊരു ഇത് മനസ്സിലായിട്ടുള്ള, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. എക്സ് ഡോട്ട് എക്സ് ഡാഷ് ബൈ കോംപ്ലിമെൻറ്റ്. എക്സ് ഡോട്ട് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ് കോമൺ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം എക്സ് ഡോട്ടിനെ പുറത്തേക്ക് എടുക്കുക. ബ്രാക്കറ്റിൽ 0 പ്ലസ് എക്സ് ഡാഷ്. ഇനി 0 പ്ലസ് എക്സ് ഡാഷ് എന്നുള്ള ഐഡൻറ്റിറ്റി ലോ പ്രകാരം എക്സ് ഡോട്ട് എക്സ് ഡാഷ്. അപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ കിട്ടിയ എക്സ് ഡോട്ട് എക്സ് ഡാഷ്. എക്സ് ഡോട്ട് എക്സ് ഡാഷ് എന്ന 0 ആണെന്ന് നമുക്കറിയാം. സോ എക്സ് ഡോട്ട് 0 ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയ. സോ കോംപ്ലിമെൻറ്റ് ലോ പ്രകാരം 0 ആണ് ഇവിടെ ഉള്ളത്. എക്സ് ഡോട്ട് 0. ഇങ്ങനെയാണ് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.